यूएसएस उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। प्यारे बच्चों, आदाब। कैसे है? ठीक है। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ USSമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ USS പരീക്ഷകളിലൊക്കെ ആവർത്തിച്ചു വന്ന ഒരു ചോദ്യം, അതുപോലെ അല്ലാമ ഇക്ബാൽ ടാലൻ്റ് ടെസ്റ്റിൻ്റെ സ്കൂൾ തലം മുതൽ സബ് ജില്ല, ജില്ല തുടങ്ങി സംസ്ഥാന തലം വരെയുള്ള ഒരുപാട് പരീക്ഷകൾക്ക് വന്ന ചോദ്യമേഖലയാണ് ക്യാ ഹേ? ദിൻ, ദിവസം. ദിൻ ഓർ സാൽ കെ ഖാസ് ദിൻ. സാൽ കെ ഖാസ് ദിൻ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട വിശേഷ ദിവസങ്ങൾ. നമുക്കറിയാം, ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെങ്കിൽ ആ 365 ദിവസങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഉറുദു പഠിക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ, അതുപോലെ ദിവസങ്ങൾക്ക് എന്തൊക്കെയാണ് പേര് പറയുക, മാസങ്ങൾക്ക് എന്തൊക്കെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കാൻ പോകുന്നത്. ആപ്കോ മാലൂം ഹേ ഏക് സാൽ മേ 12 മഹീനെ ഹെ. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. വോ ക്യാ ക്യാ ഹെ? ഏതെല്ലാമാണ്? ദേഖിയേ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, अप्रैल, मई, जून, जुलाई, अगस्त, सितंबर, अक्टूबर, नवंबर, दिसंबर. എല്ലാവർക്കും അറിയാം, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ അറിയാം. അതിൽ ഫെബ്രുവരി ഉള്ളത് ഫെബ്രുവരി എന്ന് പറയും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നത് ഏപ്രിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നത് അഗസ്റ്റ്, സെപ്റ്റംബർ എന്നത് സിതംബർ, ഒക്ടോബർ, അക്ടൂബർ, നവംബർ, ഡിസംബർ. ഇത്രയുമാണ് ഒരു സാലിലുള്ള, ഒരു വർഷത്തിലുള്ള 12 മാസങ്ങൾ. ഓക്കെ. ഇനി एक एक महीने में कितने दिन होते हैं? നമുക്കറിയാം, चंद महीने में 30 दिन होते हैं. चंद महीने में 30 दिन होते हैं और चंद महीने में 31 दिन होते हैं. ചില മാസങ്ങളിൽ 30 दिन 30 ദിവസങ്ങൾ, ചില മാസങ്ങളിൽ 31 दिन 31 ദിവസങ്ങളുണ്ടാവും. सिर्फ एक महीना है जिसमें 30 से कम दिन होते हैं. सिर्फ एक महीना, ഒരേ ഒരു മാസമാണുള്ളത്. ജിസ്മേം 30 से कम दिन होते हैं, 30-ൽ താഴെ ദിവസങ്ങളുള്ള सिर्फ एक महीना. वो आपको मालूम है, वो फरवरी है. ഫെബ്രുവരി മാസത്തിൽ മാത്രമാണുള്ളത്. ജി ഹം ഉസ്കെ ബാദ് ദിൻ കെ ബാരെ മേ, ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ദിവസങ്ങൾ? ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല പരീക്ഷയ്ക്കും ഒരു ദിവസത്തിൻ്റെ മുമ്പുള്ള ദിവസം ഏതാണ്, അതല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം ഏതാണ് എന്നൊക്കെ ചോദിക്കും. അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണം. ഓക്കെ. പഹല ഇത്വാർ, പീർ, मंगल, बुध, जुमरात, जुमुअ, ഹഫ്ത അല്ലെങ്കിൽ സനീച്ചർ. 7 ദിവസങ്ങളാണ് ഉള്ളത്.
നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. വളരെ സ്പീഡായി പറഞ്ഞു അല്ലേ? ഇതുപോലെ തന്നെ നമ്മൾ ഉറുദുവിൽ അതിൻ്റെ ഓർഡർ കൃത്യമായി പഠിച്ചിരിക്കണം. ആദ്യം ഇത്തുവാർ പറഞ്ഞ് പിന്നെ ശനീച്ചർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ല, അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിക്കണം. കാരണം ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞ് ഏത് ദിവസം വരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസത്തിന് തൊട്ട് മുമ്പ് ഏത് ദിവസം വരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തുവാർ ഞായർ, പീർ, തിങ്കൾ, മംഗൽ, ചൊവ്വ. മംഗളിയാനൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഓർത്താൽ മതി. മംഗളിയാൻ എന്ന് പറഞ്ഞാൽ ഒരു ബഹിരാകാശ പേടകമാണ് ചൊവ്വയിലേക്ക് പോയത്. മംഗൾ. ബുധൻ. ഓർ ജുമുഅരാത്ത്, ജുമുഅ. ശനിയാഴ്ചക്ക് ഹഫ്ത എന്നും പറയും, ശനീച്ചർ എന്നും പറയും. ഹഫ്ത എന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ശനി എന്ന അർത്ഥമുണ്ട്, രണ്ടാമത്തേത് ആഴ്ച എന്ന് അർത്ഥമുണ്ട്. ഹഫ്തേമേ കിത്തിനെ ദിൻ ഹെ എന്ന ചോദ്യം വന്നാൽ അവിടെ ശനിയാഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് എന്നല്ലല്ലോ, അവിടെ എന്താണ്, ആഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്. ഹഫ്തേമേ സാത്ത് ദിൻ ഹെ, ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. മഹീനെ മാസങ്ങൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഗസ്റ്റ്, सितंबर, अक्टूबर, नवंबर, दिसंबर. हफ्ते के दिन इतवार, ഞായർ, പീർ, തിങ്കൾ, മംഗൾ, ചൊവ്വ, ബുധൻ, ജുമാരാത്ത്, വ്യാഴം, ജുമാ, വെള്ളി, ശനീച്ചർ, യാ ഹഫ്ത, ശനി. ഇനി ഇതിൽ വരുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. സപ്പോസ് बुध के बाद डैश आता है. ഇവിടെ ബുധ് കഴിഞ്ഞതിന് ശേഷം എന്നവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബുധ് കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പോൾ അതിന് ശേഷമുള്ള ദിവസം ഏതാണ് എന്നതാണ്. ബുധനാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം ഏതാണ്. ഇനി ആ ബാദ് എന്നതിന് പകരം ബുധ് സെ പഹലെ എന്നാവാം. അവിടെ പഹലെ എന്നാൽ മുമ്പ് എന്നതാണ് അർത്ഥം. അഥവാ ആ ബുധനാഴ്ചക്ക് തൊട്ട് മുമ്പ് വരുന്ന ദിവസം ഏതാണ് എന്നതാണ്. ഇനി മറ്റൊരു രീതിയിൽ ഇതാണ് കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. ആജ് ജുമാ ഹെ कल डैश दिन होगा. അതല്ലെങ്കിൽ കൽ ഡാഷ് ദിൻ ഹെ. ആജ് ജുമാ ഹെ, കൽ ഡാഷ് ദിൻ ഹെ, അല്ലെങ്കിൽ കൽ കോൻസാ ദിൻ ഹെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആജ് എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്ന സെൻറ്റൻസിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അവസാന ഭാഗം പിന്നീട് പറയുന്നത് കൽ കോൻസാ ദിൻ ഹോഗ. ഇവിടെ രണ്ടാമത്തെ പാർട്ട് തുടങ്ങുന്നത് കൽ എന്ന് വെച്ചിട്ടാണ്. കൽ എന്നതിന് 2 അർത്ഥങ്ങൾ ഉണ്ട്. കൽ എന്നതിന് 2 അർത്ഥങ്ങളാണ്. ഒരേ സമയം കൽ എന്നതിന് ഇന്നലെ എന്ന അർത്ഥവുമുണ്ട്, മറ്റൊരർത്ഥം നാളെ എന്ന അർത്ഥവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ലഭിക്കുമ്പോൾ ഇത് നാളെ ഏത് ദിവസമാണ് എന്നെഴുതാനാണോ, അതല്ലെങ്കിൽ അത് ഇന്നലെ ഏത് ദിവസമാണ് എന്നെഴുതാനാണോ എന്ന ഒരു കൺഫ്യൂഷൻ വരാം. ഈ കൺഫ്യൂഷൻ തീർക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ അവസാനം എങ്ങനെ വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ കൽ കോൻസാ ദിൻ ഹേ, കൽ കോൻസാ ദിൻ ഹോഗ, ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഹേ എന്ന് പറഞ്ഞാൽ പ്രസൻ്റായ ഒരവസ്ഥയാണ്, അഥവാ ഇപ്പോൾ എന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത്. ഹോഗ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അഥവാ നാളെ എങ്ങനെയായിരിക്കും എന്നത് കൃത്യമാണ്, അവിടെ യാതൊരു പ്രശ്നവുമില്ല. ഹേ എന്ന് പറഞ്ഞാലും ഹോഗ എന്ന് പറഞ്ഞാലും നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഫ്യൂച്ചർ ടെൻസിലേക്കാണ്. അഥവാ ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ
ഹേ എന്ന അടുത്ത ഭാഗത്ത് വരുന്നത് ഹേ എന്നോ അതല്ലെങ്കിൽ ഹോഗ എന്നോ ആണെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് എന്താണ്? നാളെ ഏത് ദിവസമാണ് എന്നതാണ്. ഇതേ ചോദ്യം തന്നെ കൽ കോൻസ ദിൻ ഥ എന്നായി മാറും. ഥ കൽ കോൻസ ദിൻ ഥ, ഏതു ദിവസം ആയിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്. ആയിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമായിരുന്നു. കൽ കോൻസ ദിൻ ഥ, ഇന്നലെ ഏത് ദിവസം ആയിരുന്നു. അവിടെ ഥ വന്നതോടുകൂടി നമുക്ക് മനസ്സിലാവണം ഇതെന്താണ്, ഇത് ഇന്നലെ ഏത് ദിവസമാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഓപ്ഷനിൽ എന്തുണ്ടാവും? വ്യാഴാഴ്ച ദിവസമാണ് ഇന്നെങ്കിൽ ഓപ്ഷനിൽ വെള്ളിയാഴ്ചയും ഉണ്ടാകും ബുധനാഴ്ചയും ഉണ്ടാകും. അത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൊടുത്തതാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് ആ സെൻറ്റൻസിൻ്റെ അവസാന ഭാഗം നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തി എഴുതണം. ഇപ്പോൾ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒന്നുകൂടി ഒന്ന് ഇത്വാർ, പീർ, മംഗൾ, ബുധ്, ജുമറാത്ത്, ജുമുഅ, സനീച്ചർ എന്നിവയാണ് ആഴ്ചയിലുള്ള 7 ദിവസങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ 365 ദിവസങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചില ദിവസങ്ങൾക്ക് ഒരേ ഡേറ്റിലുള്ള ദിവസങ്ങൾക്ക് തന്നെ 2-3 പ്രത്യേകതകൾ അതുമുണ്ട്. എല്ലാം ഓർത്തിരിക്കുക പ്രയാസമാണെങ്കിലും നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് നാം ഒരുങ്ങുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില വിശേഷ ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവ നമുക്ക് അല്പം കൂടി നമുക്ക് ചാർട്ട് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വിശേഷപ്പെട്ട ദിവസങ്ങൾ ജനുവരിയിൽ നിന്ന് തുടങ്ങാം. ജനുവരി 26 जनवरी 26 में क्या है? उसकी ख़ुसूसियत यौम जमहूरिया റിപ്പബ്ലിക്കായ ദിവസമാണ്. റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യയാണ് ജനുവരി 26 എന്നത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അഗസ്റ്റ് 15. അഗസ്റ്റ് 15 की ख़ुसूसियत क्या है? യൗമ ആസാദി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓർക്കുന്ന കൗമി ലീഡർ ഹമാര ബാബായ കൗം ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ഉറുദുമേ ഗാന്ധി ജയന്തി എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീർ ആസം ഹെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു की യൗമ പൈദായിഷ് 14 नवंबर 14 नवंबर क्या है? യൗമ അത്ഫാൽ है. യൗമ അത്ഫാൽ യാ ബച്ചോं का दिन है, കുട്ടികളുടെ ദിവസം, ശിശുദിനമായിട്ടാണ് ആചരിക്കുന്നത്. മറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കൂടി പരിചയപ്പെടാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉറുദു പഠിക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ നമ്മളെല്ലാവരുടെയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നന്നായി ഓർമ്മയിലുണ്ടാവണം. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട്. ഫെബ്രുവരി 15 ഹുസൂസിയത്ത് അഥവാ ഫെബ്രുവരി 15 പ്രത്യേകത എന്ന് പറയുന്നത് കൗമി യൗമെ ഉറുദു, ദേശീയ ഉറുദു ദിനമാണ് ഫെബ്രുവരി 15 എന്നത്. ഉറുദുവിലെ പ്രശസ്തനായിരുന്ന കവിയാണ് മിർസ അസദുല്ലാ ഖാൻ ഗാലിബ്. ഗാലിബിൻ്റെ വഫാത്ത് ദിവസമാണ് ഫെബ്രുവരി 15. ഫെബ്രുവരി 15 നാം ആഘോഷിക്കുന്നത് കൗമി യൗമെ ഉറുദു, ദേശീയ ഉറുദു ദിനമാണ്. അതേസമയം നവംബർ 9
നവംബർ 9 ആലമി യൗമെ ഉറുദു. അവിടെ വ്യത്യാസം, ഒന്നിൽ കൗമി എന്നാണ്, മറ്റതിൽ ആലമി യൗമെ ഉറുദു എന്നാണ്. ഇനി കൗമി ഇല്ലാതെ യൗമെ ഉറുദു എന്ന് പറഞ്ഞാലും ഫെബ്രുവരി 15 തന്നെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഈ ആലമി യൗമെ ഉറുദു എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഉറുദു ഡേ, ലോക ഉറുദു ദിനം. ലോക ഉറുദു ദിനം നവംബർ 9 നവംബർ 9 ഖുസൂസിയത്ത്, ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ സാരേ ജഹാൻ സെ അച്ച എഴുതിയ, ലപ്പെ ആത്തി ഹെ ദുആ എഴുതിയ ഉറുദുവിലെ വളരെ പ്രശസ്തനായ കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ജന്മദിനമാണ് നവംബർ 9 എന്നത്. നവംബർ 9 ലോക ഉറുദു ദിനമായി ആചരിക്കുന്നത്. നവംബർ 9 തൊട്ടടുത്ത് നിൽക്കുന്ന നവംബർ 11 പ്രത്യേകത, ഉറുദുവിലെ പ്രശസ്തനായ സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അബുൽ കലാം ആസാദ്, അദ്ദേഹം ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ താലീം ഹെ, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 കൗമി യൗമെ താലീം. അദ്ദേഹം വഹിച്ചിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഓർത്ത് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ നവംബർ 11 നമുക്ക് ഓർമ്മയിൽ വരേണ്ടത് കൗമി യൗമെ താലീം, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നവംബർ 11 ആചരിക്കുന്നത്. ഇതുപോലെ മറ്റ് വളരെ പ്രധാനപ്പെട്ട ചില വിശേഷ ദിവസങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സാൽ കെ ഖാസ് ദിൻ, വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങൾ. 26 ജനുവരി യൗമെ ജംഹൂരിയ, ജനുവരി 26 റിപ്പബ്ലിക് ഡേ. 15 ഫെബ്രുവരി കൗമെ യൗമെ ഉറുദു, കൗമി യൗമെ ഉറുദു, ദേശീയ ഉറുദു ദിനം. 28 ഫെബ്രുവരി യൗമെ സയൻസ്, ഫെബ്രുവരി 28 ശാസ്ത്രദിനം. 8 മാർച്ച് ആലമി യൗമെ ഖ്വാത്തീൻ, മാർച്ച് 8 ലോക വനിതാ ദിനം. 21 മാർച്ച് ആലമി യൗമെ ജംഗലിയാത്ത്, മാർച്ച് 21 ലോക വനദിനം. 22 മാർച്ച് ആലമി യൗമെ ആബ്, മാർച്ച് 22 ലോക ജലദിനം. 8 അപ്രിൽ ആലമി യൗമെ തന്ദുരുസ്തി, ഏപ്രിൽ 8 ലോക ആരോഗ്യ ദിനം. 1 മെയ് യൗമെ മസ്ദൂരി, മെയ് 1 തൊഴിലാളി ദിനം. 5 ജൂൺ യൗമെ മാഹൗലിയാത്ത്, ജൂൺ 5 പരിസ്ഥിതി ദിനം. 19 ജൂൺ യൗമെ മുത്താല, ജൂൺ 19 വായനാ ദിനം. 11 ജൂലൈ ആലമി യൗമെ ആബാദി, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 30 ജൂലൈ ആലമി യൗമെ ദോസ്തി, ജൂലൈ 30 ലോക ഫ്രണ്ട്ഷിപ്പ് ഡേ, സൗഹൃദ ദിനം. 6 അഗസ്റ്റ് യൗമെ ഹിരോഷിമ, ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. 15 അഗസ്റ്റ് യൗമെ ആസാദി, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. 5 സിതംബർ യൗമെ അസാത്തിസ, സെപ്റ്റംബർ 5 അധ്യാപക ദിനം. 21 സിതംബർ ആലമി യൗമെ അമ്മി, സെപ്റ്റംബർ 21 ലോക മാതൃദിനം. 9 നവംബർ ആലമി യൗമെ ഉറുദു, നവംബർ 9 ലോക ഉറുദു ദിനം. 11 നവംബർ കൗമി യൗമെ താലീം, ദേശീയ വിദ്യാഭ്യാസ ദിനം, നവംബർ 11. 14 നവംബർ യൗമെ അത്ഫാൽ, നവംബർ 14 ശിശുദിനം. 22 ഡിസംബർ യൗമെ കിസാൻ, ഡിസംബർ 22 കർഷക ദിനം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു.
ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റിനും USS പരീക്ഷയ്ക്കുമായിട്ട് വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. നന്നായി മനസ്സിലാക്കി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക. ശുക്രിയ. 2020 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, ആജ് ജുമാ രാത് ഹേ തോ കൽ കോൻസാ ദിൻ ഹെ. നാം നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇന്ന് ജുമാരാത്തെങ്കിൽ കൽ കോൻസാ ദിൻ ഹെ. ഓപ്ഷൻ ഹഫ്ത, ഓപ്ഷൻ ബി മംഗൽ, ഓപ്ഷൻ സി ജുമാ, ഓപ്ഷൻ ഡി ബുധ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവസാന ഭാഗം കോൻസാ ദിൻ ഹെ എന്നതായതുകൊണ്ട് തന്നെ ജുമാരാത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഏതാണ് എന്ന ചോദ്യമാണ്. ഇവിടെ ശരിയായ ഉത്തരം ജുമാ എന്നതാണ് ശരിയായ ഉത്തരം. 2019 USS പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇങ്ങനെയാണ്, ഹഫ്ത കെ ബാദ് കോൻസാ ദിൻ ആതാ ഹെ. ഓപ്ഷൻ എ ജുമാ, ഓപ്ഷൻ ബി ജുമാരാത്ത്, ഓപ്ഷൻ സി മംഗൽ, ഓപ്ഷൻ ഡി ഇത്വാർ. ഇവിടെ ചോദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യത്തിലെ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാദ് എന്ന് വന്നിട്ടുണ്ട്. ഹഫ്ത കെ ബാദ്. ഹഫ്ത കെ ബാദ് എന്നാൽ ഹഫ്ത കഴിഞ്ഞതിന് ശേഷം. കോൻസാ ദിൻ ആതാ ഹെ ഏതു ദിവസമാണ് വരുന്നത് എന്നതാണ്. ഹഫ്ത എന്നാൽ ശനിയാഴ്ചയാണ്. നാം ദിവസങ്ങളുടെ പേര് പഠിച്ചത് ഇത്വാർ, പീർ, മംഗൾ, ബുധ്, ജുമാരാത്ത്, ജുമാ, സനീച്ചർ അല്ലെങ്കിൽ ഹഫ്ത എന്ന രീതിയിലാണ് പഠിച്ചത്. ഹഫ്ത കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഏതാണ് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇത്വാർ എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ 7ാം ക്ലാസ്സിൻ്റെ 2019 വന്ന ചോദ്യമാണ്, മംഗൽ കെ ബാദ് കോൻസാ ദിൻ ആതാ ഹെ. ഓപ്ഷൻ എ ഇത്വാർ, ഓപ്ഷൻ ബി പീർ, ഓപ്ഷൻ സി ബുധ്, ഓപ്ഷൻ ഡി ജുമാരാത്ത്. ഇവിടെയും മംഗൽ കെ ബാദ്, മംഗൽ കഴിഞ്ഞതിന് ശേഷം അഥവാ ചൊവ്വ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ സി ആണ്, ബുദ്ധാണ് ശരിയായ ഉത്തരം. ഇതേ പാറ്റേണിൽ തന്നെ 2019 അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് ജില്ലാതല മത്സരത്തിൽ 6ാം ക്ലാസ്സിന് വന്ന ചോദ്യം, ജുമാ കെ ബാദ് കോൻസാ ദിൻ ആതാ ഹെ. ഓപ്ഷൻ എ സനീച്ചർ, ഓപ്ഷൻ ബി പീർ, ഓപ്ഷൻ സി ഇത്വാർ, ഓപ്ഷൻ ഡി ജുമാരാത്ത്. ജുമാ കഴിഞ്ഞതിന് ശേഷം, ജുമാ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം ഏതാണ് എന്നതാണ് ചോദ്യം, അഥവാ വെള്ളി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസം. ഓപ്ഷൻ എ സനീച്ചർ എന്നതാണ് ശരിയായ ഉത്തരം. ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സബ് ജില്ലാതല മത്സരത്തിൽ 2018 6ാം ക്ലാസ്സുകാർക്ക് വന്ന ചോദ്യം, ഇത്വാർ, പീർ, ഡാഷ്, ബുധ്. ഓപ്ഷൻ എ മംഗൽ, ഓപ്ഷൻ ബി ജുമാ, ഓപ്ഷൻ സി ജുമാരാത്ത്, ഓപ്ഷൻ ഡി ഹഫ്ത. ഇത്വാർ, പീർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഏതാണ് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മംഗൽ എന്നതാണ്. ഓക്കെ. 3ലധികം തവണ അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റിന് 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് എന്നീ ക്ലാസ്സുകളിലായി ആവർത്തിച്ചു വന്ന ചോദ്യമാണിത്. യൗമെ ആസാദി കബ് മനായ ജാത്താ ഹെ. 15 അഗസ്റ്റ്, 26 ജനുവരി, 15 ജൂൺ, 14 നവംബർ. യൗമെ ആസാദി എന്നാൽ സ്വാതന്ത്ര്യദിനം എന്നതാണ്. ഇതേ ചോദ്യം തന്നെ ജഷ്നെ ആസാദി എന്ന രൂപത്തിലും ചോദിച്ചിട്ടുണ്ട്. അഥവാ ജഷ്നെ ആസാദി കബ് മനായ ജാത്താ ഹെ. ചോദ്യം രണ്ടും ഒന്ന് തന്നെയാണ്. ഉത്തരം ശരിയായ ഉത്തരം 15 അഗസ്റ്റ്, ഓഗസ്റ്റ് 15 എന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നിരവധി തവണ ആവർത്തിച്ച ചോദ്യമാണിത്. 2019 അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സബ് ജില്ലാതല മത്സരം 6ാം ക്ലാസ്സിന് വന്ന ചോദ്യം, യൗമെ മാഹൗലിയാത്ത് കബ് മനായ ജാത്താ ഹെ. 26 जनवरी, 5 जून, 31 जुलाई, 14 നവംബർ. യൗമെ മാഹൗലിയാത്ത് പരിസ്ഥിതി ദിനം നാം ആചരിക്കുന്നത് ജൂൺ 5ാം തീയതിയാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1ലധികം തവണ അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. കൗമി യൗമെ ഉർദു കബ് മനാത്താ ഹെ. 15 ഫെബ്രുവരി, 9 നവംബർ, 31 ജൂലൈ, 2 അക്ടോബർ. കൗമി യൗമെ ഉറുദു ആയതുകൊണ്ട് തന്നെ 15 ഫെബ്രുവരി എന്നതാണ് ശരിയായ ഉത്തരം. 9 നവംബർ ആലമി യൗമെ ഉറുദു ആണ് എന്ന് പ്രത്യേകം ഓർക്കണം.
ഫെബ്രുവരി 15 ദേശീയ ഉറുദു ദിനം. ആലമി യൗമെ ഉറുദു കബ് മനായ ജാത്ത ഹെ? 9 ദിസംബർ, 9 നവംബർ, 15 അഗസ്റ്റ്, 26 ജനുവരി. ലോക ഉറുദു ദിനം. ലോക ഉറുദു ദിനം നവംബർ 9. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. യൗമെ അത്ഫാൽ കബ് മനാത്തെ ഹെ? അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് ജില്ലാതല മത്സരം 2018 7ാം ക്ലാസ്സിന് വന്ന ചോദ്യമാണിത്. യൗമെ അത്ഫാൽ എന്നാൽ ബച്ചോ കാ ദിൻ ഹെ, ശിശുദിനമാണ്. ശിശുദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? 15 നവംബർ, 14 നവംബർ, 9 നവംബർ, 2 അക്ടൂബർ. इसमें യൗമെ അത്ഫാൽ 14 നവംബർ, നവംബർ 14-നാണ് ശിശുദിനം ആഘോഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റു കി യൗമെ പൈദായിഷ് ഹെ. അല്ലാമ ഇക്ബാൽ ടാലൻറ്റ് ടെസ്റ്റ് സ്റ്റേറ്റ് 2018 7ാം ക്ലാസ്സിന് വന്ന ചോദ്യം. യൗമെ ജംഹൂരിയ കബ് മനായ ജാത്ത ഹെ? എപ്പോഴാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്? 15 അഗസ്റ്റ്, 14 നവംബർ, 26 ജനുവരി, 5 ഡിസംബർ. യൗമെ ജംഹൂരിയ ജനുവരി മാസത്തിലാണ്. ജനുവരി 26-നാണ് യൗമെ ജംഹൂരിയ. 15 അഗസ്റ്റിന് യൗമെ ആസാദിയാണ്. ഇതുപോലെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങൾ എല്ലാവരും ഓർത്തു വെക്കുക, നന്നായി പഠിക്കുക.